നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യകാലങ്ങളിൽ ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്ന എന്നാൽ പിന്നീട് ഹൈറ്റ് വന്ന ചില കാർട്ടൂൺസിനെ പറ്റിയാണ്. ലിസ്റ്റിലാക്കിയത് നമ്മുടെ ചോട്ടാ ഭീം കാർട്ടൂണാണ്. 2001 രാജീവ് ചിലക എന്ന വ്യക്തി ഗ്രീൻ ഗോൾഡ് എന്നൊരു കമ്പനി തുടങ്ങി. ഇത് യഥാർത്ഥത്തിൽ ഒരു അനിമേഷൻ സ്റ്റുഡിയോ ആയിരുന്നു. അങ്ങനെ ആദ്യമായി ചോട്ടാ ഭീം കാർട്ടൂണിന്റെ 12 എപ്പിസോഡുകൾ ഉണ്ടാക്കി. പക്ഷേ ടെലികാസ്റ്റ് ചെയ്യാൻ ചാനലില്ല. ടെഡ് ടേണർ കമ്പനിയെയും ഡിസ്നി കമ്പനിയെയും വിളിച്ചു. പക്ഷേ 2 കമ്പനിയും റിജക്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് ചാനലിനെ സമീപിച്ചു, ആരും എടുത്തില്ല. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് 2004 പോഗോ എന്ന ചാനൽ വന്നു. പോഗോ എന്ന ചാനൽ ഇന്ത്യയിൽ തുടങ്ങിയ ഒരു ഇന്ത്യൻ ചാനലാണെങ്കിലും ഇതിന്റെ ഓണറായി വരുന്നത് കാർട്ടൂൺ നെറ്റ്വർക്കാണ്. കാർട്ടൂൺ നെറ്റ്വർക്കിന്റെ ഒരു ഇന്ത്യൻ ചാനലാണ് പോഗോ ചാനൽ എന്ന് പറയും. അങ്ങനെ രാജീവ് ചിലക പോഗോ ചാനലിലേക്കും ചോട്ടാ ഭീം അയച്ചു. പോഗോ ചാനൽ ഇന്ത്യൻ കാർട്ടൂൺസിനും ചാൻസ് കൊടുത്തിരുന്നു. അങ്ങനെ പോഗോ പറഞ്ഞു, ചോട്ടാ ഭീം ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാം, 60,000 രൂപ പ്രതിഫലം നൽകാമെന്നും പറഞ്ഞു. പക്ഷേ രാജീവ് ചിലക ഈ ഒരു സ്റ്റുഡിയോ പണിയാൻ തന്നെ 1.5 കോടി രൂപ ചെലവാക്കിയിരുന്നു. വീടിന്റെ ആധാരം വരെയും കൊടുത്തിട്ടായിരുന്നു ഗ്രീൻ ഗോൾഡ് സ്റ്റുഡിയോ തുടങ്ങിയത്. അങ്ങനെ 1.5 കോടി മുടക്കിയ ചോട്ടാ ഭീം കാർട്ടൂണിന് മറ്റു വഴികളില്ലാതെ രാജീവ് ചിലക 2008 പോഗോ ചാനലിന് തന്നെ കൊടുത്തു. ഇതെന്തുകൊണ്ടെന്നാൽ ആ ഒരു ടൈമിൽ ഇന്ത്യയിൽ അനിമേഷൻ ഇൻഡസ്ട്രി അത്ര വളർന്നിട്ടില്ല. ഇതുകൊണ്ട് തന്നെ കുറഞ്ഞ റേറ്റിന് കൊടുക്കേണ്ടി വന്നു. മാത്രവുമല്ല, പിള്ളേർ ആ ഒരു ടൈമിൽ ഇന്ത്യൻ കാർട്ടൂൺസും കണ്ടിട്ടില്ല. വിദേശ കാർട്ടൂണുകൾ ഹിന്ദിയിൽ ഡബ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2008 ചോട്ടാ ഭീം കാർട്ടൂൺ പോഗോയിൽ ആദ്യമായി ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു ഇന്ത്യൻ കാർട്ടൂൺ. ഇതുകൊണ്ട് തന്നെ ചോട്ടാ ഭീം കുട്ടികളെല്ലാവരും കണ്ടു. പതുക്കെ ചോട്ടാ ഭീമിന്റെ TRP റേറ്റിംഗ് കൂടി. അങ്ങനെ 2010 ടൈമായപ്പോൾ ചോട്ടാ ഭീം കാർട്ടൂൺ വലിയൊരു വിജയം നേടി. അങ്ങനെ ഹൈ TRP വളരെ വലിയൊരു വിജയമായി. നമ്മളും കണ്ടിരുന്നു ആ ഒരു പഴയ ചോട്ടാ ഭീം വിജയമായപ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ച പല കാർട്ടൂൺസ് വന്നു. അങ്ങനെ ചോട്ടാ ഭീമിന്റെ വിജയം മറ്റ് ഇന്ത്യൻ കാർട്ടൂൺസിന് വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു. അങ്ങനെ രാജീവ് ചിലക 60,000 രൂപയ്ക്ക് നൽകിയ ചോട്ടാ ഭീം വലിയൊരു റേറ്റിന് കൊടുക്കാൻ തുടങ്ങി. പിന്നീട് ചോട്ടാ ഭീം ഗ്രീൻ ഗോൾഡ് കമ്പനിയുടെ ഒരു ക്വാളിറ്റി അനിമേഷനായ കൃഷ്ണ കാർട്ടൂണുമായി കൊളാബറേറ്റ് ചെയ്ത് ചില അനിമേഷൻ സിനിമകൾ ഇറക്കി. ഇതെല്ലാം തന്നെ വലിയൊരു വിജയം നേടി. കൃഷ്ണന്റെ സ്റ്റോറി മുഴുവൻ 3 ആനിമേറ്റഡ് സിനിമകളിലായി വളരെ ബ്യൂട്ടിഫുൾ ആയി എടുത്തു. നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. വളരെ മികച്ച മ്യൂസിക്കാണ്. ഈ 3 സിനിമകളും കാർട്ടൂൺ നെറ്റ്വർക്ക് അടക്കം പല ചാനലുകളും ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതൊരു സീരീസ് ആയിരുന്നു, കൃഷ്ണ ഓർ ബൽറാം. ഇതും വലിയൊരു വിജയം നേടി. അങ്ങനെ ചോട്ടാ ഭീം വളർന്നുകൊണ്ടേയിരുന്നു. 2015 ചോട്ടാ ഭീമിന്റെ ആനിമേഷൻ സ്റ്റൈലിൽ ചെറിയൊരു മാറ്റം വന്നു. അല്പം കൂടി ക്യൂട്ട്നെസ് ആഡ് ചെയ്തു. ഈ ഒരു ടൈമിൽ ചോട്ടാ ഭീമിൽ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ വന്നിരുന്നു. അതായത് ചോട്ടാ ഭീമിന്റെ മെയിൻ ക്യാരക്ടർ ലഡ്ഡു കഴിക്കുമ്പോഴാണ് പവർ കിട്ടുന്നത്. കുട്ടികൾ ലഡ്ഡു കൂടുതലായി കഴിച്ചാൽ അത് ബോഡിക്ക് മോശമാണ്. ഇതുകൊണ്ട് തന്നെ ഈ ഒരു കാർട്ടൂൺ കുട്ടികളെ കൂടുതലായി ലഡ്ഡു കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ വന്നു. ചോട്ടാ ഭീം കാർട്ടൂൺ യഥാർത്ഥത്തിൽ പോപ്പായ് കാർട്ടൂണിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. പക്ഷേ പോപ്പായ് ക്യാരക്ടർ പവർ കിട്ടാൻ ചീരയാണ് കഴിക്കുന്നത്. അതൊരു ഹെൽത്തി ഫുഡാണ്. പക്ഷേ ഈ ഒരു ക്യാമ്പയിൻ ചോട്ടാ ഭീമിനെ കാര്യമായി ബാധിച്ചില്ല. പിന്നീട് ചോട്ടാ ഭീം വീണ്ടും വളർന്നു. നിലവിൽ ചോട്ടാ ഭീം 3D ആണ്. ഒരു 2D കാർട്ടൂൺ നിലവിൽ 3D നെറ്റ്ഫ്ലിക്സ് സീരീസ് പുറത്തിറക്കി. നിലവിൽ പോഗോ ചാനലിൽ ഫുൾ ടൈം ചോട്ടാ ഭീമാണ്. പക്ഷെ നിലവിൽ ചോട്ടാ ഭീമിന് ഒരുപാട് ഹേറ്റേഴ്സും ഉണ്ട്. ഇത് മറ്റൊന്നും കൊണ്ടല്ല, എപ്പിസോഡിന്റെ എണ്ണം കൂടിയപ്പോൾ സ്റ്റോറി ക്വാളിറ്റി കുറഞ്ഞു. അടുത്തത് ഓഗി കാർട്ടൂണാണ്. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള വളരെ ഫാൻ ബേസ് ഉള്ള ഒരു കാർട്ടൂണാണ് ഓഗി കാർട്ടൂൺ. 98 ടൈമിലായിരുന്നു ഓഗി കാർട്ടൂൺ ആദ്യമായി പുറത്തിറങ്ങിയത്. ഓഗി എന്ന പേര് വരാൻ കാരണം ഈ ഒരു കാർട്ടൂണിന്റെ ക്രിയേറ്ററായ ജീനിയസ് റെയിൻബോർഡിന്റെ ഫേവറേറ്റ് ആയ ഒരു ആൽബം സോങ് ആയിരുന്നു പങ്ക് റോക്കർ. ഈ ഒരു പാട്ട് പാടിയത് ഇഗ്ഗി പോപ്പ് എന്ന സിംഗറാണ്. ഈ ഒരു ഇഗ്ഗിയിൽ നിന്നാണ് ഓഗി എന്ന പേരുണ്ടാക്കിയത്. ഇതൊരു ഫ്രഞ്ച് കാർട്ടൂണാണ്. മാത്രവുമല്ല, അധികം ഡയലോഗുകളില്ലാത്ത ഒരു നോൺ വെർബൽ കാർട്ടൂൺ കൂടിയാണ്. ടോം ആൻഡ് ജെറിയിൽ നിന്ന് ഇൻസ്പയർ ആയാണ് ഓഗി കാർട്ടൂൺ ഉണ്ടാക്കിയത്. ടോമിന് പകരം മറ്റൊരു ബ്ലൂ കളർ കാറ്റ്, ജെറിക്ക് പകരം 3 കോക്രോച്ച്, സ്പൈക്കിന് പകരം ബോബ് എന്ന ക്യാരക്ടർ. അങ്ങനെ തികച്ചും വ്യത്യസ്തമായി ഒരു മികച്ച ഇൻസ്പിറേഷനാണ് ഓഗി ആൻഡ് ദ കോക്രോച്ചസ്. ഈ ഒരു കാർട്ടൂൺ ഒരു ഫ്രഞ്ച് കാർട്ടൂൺ ആണെങ്കിൽ വേൾഡ് വൈഡ് വിജയമായി. ഏറ്റവും കൂടുതൽ വിജയമായത് നമ്മുടെ ഇന്ത്യയിലാണ്, പ്രത്യേകിച്ച് നോർത്തിൽ. ഇതിന്റെ മെയിൻ കാരണം ഹിന്ദി ഡബിംഗ് ആയിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു കാർട്ടൂൺ യഥാർത്ഥത്തിൽ ഡയലോഗ്സ് ഇല്ല. പക്ഷെ സഞ്ജയ് കേനി എന്ന വ്യക്തി ഈ ഒരു കാർട്ടൂൺ കമന്ററി പറഞ്ഞ് ഡബ് ചെയ്തു. അതും ബോളിവുഡ് നടന്മാരുടെ സൗണ്ടിൽ. പല സൗണ്ട് ആണെങ്കിലും എല്ലാം ഈ ഒരു വ്യക്തിയാണ്. അങ്ങനെ ഓഗി ആൻഡ് ദ കോക്രോച്ച് 2019 വരെ പുറത്തിറങ്ങി. പിന്നീട് ഒറിജിനൽ സീരീസ് എൻഡ്. ഇന്ത്യയിലുള്ള ഫാൻ ബേസ് കൊണ്ട് 2020 ഓഗി ആൻഡ് ദ കോക്രോച്ചസ് നെക്സ്റ്റ് ജെൻ എന്ന പേരിൽ ഈ ഒരു കാർട്ടൂൺ റീബൂട്ട് ചെയ്തു. പ്രിയ എന്ന ഒരു ഇന്ത്യൻ ക്യാരക്ടറെ ഉണ്ടാക്കി. ഇതും വലിയൊരു വിജയമായി. ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ഈ ഒരു കാർട്ടൂണിന്റെ അനിമേഷൻ സ്റ്റൈൽ നോക്കിയാൽ നല്ലൊരു ഡിഫറൻസ് കാണും.
എന്തൊക്കെയായാലും നമ്മുടെ ഫേവറേറ്റ് ആ ഒരു പഴയ ഓഗിയാണ്. ഇതിന്റെ ഇടയിൽ ഓഗി ഓഗി എന്ന പേര് ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഒരു പുതിയ കാർട്ടൂൺ പുറത്തിറക്കി. ഇതൊരു സ്പിൻ ഓഫ് കാർട്ടൂൺ ആയിരുന്നു. പക്ഷെ ഈ ഒരു കാർട്ടൂൺ വേൾഡ് വൈഡായി ചെറിയ രീതിയിൽ ഹെയ്റ്റ് വന്നു. ഈ ഒരു കാർട്ടൂൺ ഫാൻസിന് പുതിയ അനിമേഷൻ സ്റ്റൈല് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എന്തൊക്കെയായാലും ഈ രണ്ട് കാർട്ടൂണും ഇപ്പോഴും ഇറങ്ങും. ഓഗി കാർട്ടൂൺ സോണിയായി മലയാളം ഡബിങ് ചെയ്തപ്പോൾ ഇവിടെയും ചെറിയ രീതിയിൽ ഹെയ്റ്റ് വന്നിരുന്നു. അടുത്തത് തോമസ് ആൻഡ് ഫ്രണ്ട്സ് എന്ന ഈ ഒരു കാർട്ടൂണാണ്. ഇതൊരു വേൾഡ് ഫേമസ് കാർട്ടൂണാണ്. 88 തുടങ്ങി 2021 വരെ 24 സീസൺ പുറത്തിറക്കി. ഇതൊരു സ്റ്റോപ്പ് മോഷൻ കാർട്ടൂൺ ആയിരുന്നു. എന്നാൽ 2021 ഇതൊരു 2D ആക്കി പുതിയൊരു കാർട്ടൂൺ പുറത്തിറക്കി. ഇത് വലിയ രീതിയിൽ ഹെയ്റ്റ് വന്നു. ഒറിജിനൽ കാർട്ടൂണിനെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് നല്ല രീതിക്ക് ഹെയ്റ്റ് വന്നു. അങ്ങനെ പുതിയ സീരീസ് വലിയ രീതിയിൽ ഫ്ലോപ്പായി. അടുത്തത് നമ്മുടെ ഡോറ കാർട്ടൂണാണ്. ഡോറ കാർട്ടൂൺ കുട്ടികൾക്കിടയിൽ പോലും വേൾഡ് വൈഡ് നല്ല ഹേറ്റേഴ്സ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇതൊന്നും തന്നെ ഡോറയെ ബാധിച്ചിട്ടില്ല. അടുത്ത കാലത്ത് ഡോറ കാർട്ടൂൺ 3D ആയി പുറത്തിറക്കി. പിന്നീട് സിനിമയും വന്നു. ഇതും വലിയൊരു വിജയം നേടി. നിലവിൽ ഡോറ കാർട്ടൂണിന്റെ പുതിയൊരു സിനിമ വന്നു. അടുത്തത് ബോബ് ദ ബിൽഡർ എന്ന ഈ ഒരു കാർട്ടൂണാണ്. ഈ ഒരു കാർട്ടൂൺ പണ്ട് CNN ഉണ്ടായിരുന്നു. ഇത് 97 മുതൽ 2015 വരെ 21 സീസൺ പുറത്തിറക്കി. പിന്നീട് 2016 പല മാറ്റങ്ങൾ വരുത്തി പുതിയ കാർട്ടൂൺ പുറത്തിറക്കി. ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഇതിനും വലിയ രീതിയിൽ ഹെയ്റ്റ് വന്നു. അങ്ങനെ ഇതും ഫ്ലോപ്പായി. അടുത്തത് നമ്മുടെ ടോം ആൻഡ് ജെറി കാർട്ടൂണാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിൽ തന്നെ വളരെ വലിയൊരു ഫാൻ ബേസ് ഉള്ള മികച്ചൊരു കാർട്ടൂണാണ് ടോം ആൻഡ് ജെറി എന്ന കാർട്ടൂൺ. 1940 പുറത്തിറങ്ങി. പക്ഷേ 31 ടോം ആൻഡ് ജെറി പ്രൊജക്റ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരുന്നു. ടോം ആൻഡ് ജെറി വാൻ ബ്യൂർ എന്നായിരുന്നു ഈ ഒരു കാർട്ടൂണിന്റെ പേര്. 2 മനുഷ്യൻ ക്യാരക്ടേഴ്സ് ആയിരുന്നു. ജോസഫ് ബാർബർ ഒറ്റയ്ക്കായിരുന്നു ഈ ഒരു കാർട്ടൂൺ ഉണ്ടാക്കിയത്. പിന്നീട് വില്യം ഹന്നയുമായി ചേർന്ന് 1940 ഒറിജിനൽ ടോം ആൻഡ് ജെറി ഉണ്ടാക്കി. വേൾഡ് വൈഡ് ഹിറ്റായി. ഓസ്കാർ 7 നേടി. വർഷങ്ങൾ കൊണ്ട് ടോം ആൻഡ് ജെറി പല സീസണുകളിലായി പല രൂപത്തിൽ പുറത്തിറങ്ങി. എല്ലാം വലിയൊരു വിജയമായിരുന്നു. അടുത്ത കാലത്ത് ടോം ആൻഡ് ജെറി ഗോക്കോ എന്ന പേര് ജപ്പാൻകാർക്ക് വേണ്ടി മാത്രമായി ടോം ആൻഡ് ജെറിയുടെ അനിമെ പുറത്തിറക്കി. 16 എപ്പിസോഡുകളേ ഉള്ളൂ. ജസ്റ്റ് ഒരു മിനി സീരീസ് ആണ്. ഓരോ എപ്പിസോഡും 1.5 മിനിറ്റിൽ താഴെയാണ്. ഇതുപോലെ തന്നെ ടോം ആൻഡ് ജെറി സിംഗപ്പൂർ എന്ന പേര് പുതിയൊരു സ്റ്റൈൽ മറ്റൊരു ഷോർട്ടായ പുതിയ എപ്പിസോഡ് ഇറക്കി. 7 എപ്പിസോഡേ ഉള്ളൂ. ഈ ഒരു കാർട്ടൂൺ സോഷ്യൽ മീഡിയസിലൂടെ വലിയ രീതിയിൽ വൈറലായി. മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടി. പക്ഷേ പഴയ ടോം ആൻഡ് ജെറി ഫാൻസിന് ഈ ഒരു സ്റ്റൈൽ അത്ര ഇഷ്ടപ്പെട്ടില്ല. നല്ല രീതിയിൽ ഹെയ്റ്റ് വന്നു. ആളുകൾ കരുതിയത് ഇത് ടോം ആൻഡ് ജെറിയുടെ പുതിയ സീരീസ് ആണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഈ 2 കാർട്ടൂൺ ആ ഒരു കൺട്രീസിനെ മാത്രം ഫോക്കസ് ചെയ്ത് വെറുതെ ഇറക്കിയതാണ്. ടോം ആൻഡ് ജെറി സിംഗപ്പൂർ കാർട്ടൂൺ MC ഡൊണാൾഡിന്റെ ഒരു പ്രത്യേക ഓഫർ സിംഗപ്പൂർ വന്നപ്പോൾ പ്രൊമോഷന് വേണ്ടി ഇറക്കിയതാണ്. ഇതുപോലെ അനിമേ സീരീസ് പ്രൊമോഷന്റെ ഭാഗമായി ഇറക്കിയതാണ്. ടോം ആൻഡ് ജെറി അവരുടെ ക്ലാസിക് സ്റ്റൈൽ ഒരിക്കലും മാറ്റി. അപ്പോൾ ടോം ആൻഡ് ജെറി ഇഷ്ടമുള്ളവർ ഉറപ്പായി താഴെ കമന്റ് ചെയ്യുക.